ഹായ്, നമുക്ക് ഒരു പരമ്പുരാണം കേൾക്കാം. പരമ്പുരാണമല്ല, അങ്ങനെയൊന്നും പറയാൻ പാടില്ല. നല്ല കാര്യങ്ങൾ മാത്രമേ പറയാൻ പാടുള്ളൂ. ഒരു ബൗദ് പറച്ചിൽ കേൾക്കും. ബൗദ് പറച്ചിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മദ്രസ ഉസ്താക്കന്മാർ അവിടെ ഇവിടെയൊക്കെ പോയിട്ട് കുറേ കാര്യങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കും. ഇപ്പം അത് എന്താ പറയണേ, നമ്മുടെ ബൈബിളിലൊക്കെ വെച്ചിട്ട് അതിൻ്റെയൊക്കെ ഒരു എക്സ്പ്ലനേഷൻ, വിവർത്തനം, അങ്ങനെ രീതിയിൽ മനുഷ്യന് ഉദ്ബോധനം ഉണ്ടാക്കുന്ന ഇൻഫ്ലുവൻസേഴ്സായ ഉസ്താക്കന്മാർ പറയുന്ന ഒരു പ്രബോധ സംഭാഷണം. അതിൻ്റെ മലയാളം എന്താണെന്ന് എനിക്കറിയത്തില്ല, അതിൻ്റെ ഇംഗ്ലീഷും അറിയത്തില്ല. അതൊരു സംഭാഷണമാണ്, അത്രയും എനിക്കറിയുള്ളൂ. പ്രസംഗം അതൊന്ന് കേൾക്കാം. കേൾക്കാറില്ല. യാദൃച്ഛികമായി കേൾക്കുമ്പോ ഈ പറഞ്ഞവനെങ്ങാനും മുന്നിലുണ്ടെങ്കിൽ ഒരടിക്ക് അടിച്ച് വെച്ചു കൊടുക്കും. ബാക്കി പിന്നെ കാണാം. എങ്ങനെ മരിച്ചു കൈയില്ലാത്തവൻ വെപ്പ് കൈവച്ചിട്ട് അടിക്കൂലേ അവന്റെ ഒക്കെ വാക്ക്. അള്ളാന്റെ മുത്തിനെ പറ്റി പറയുന്ന വാക്കുകൾ ഏതെങ്കിലും ഒരുത്തൻ കുടുംബത്തിൽ പറഞ്ഞ ഏതെങ്കിലും ഒരുത്തൻ അല്പമെങ്കിലും സാമാന്യ ബോധമുള്ള നീതിയുടെ അല്പ കണികയെങ്കിലും ഇടയത്തിലുള്ള ഏതെങ്കിലും ഒരുത്തൻ ഒരു കേസ് എടുത്തിട്ടുണ്ടോ അവനക്കെതിരെ? അള്ളാനെ പറ്റി പറയാ, നമ്മുടെ മുത്തിനെ പറ്റി പറയാ, ഉമ്മഹാത്തുൽ മുഅ്മിനീനെ പറ്റി നഊദുബില്ല എന്തൊക്കെയാ പറയുന്നത് ആ ഹിജാബുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ. ഇവനത്തെ പുഴുത്ത് ചാവൂലേ? ഇവനൊക്കെ പുഴുക്കാതെ ചാവോ? ഇവനൊന്നും ആശ്രമത്തിലേക്ക് വേണ്ടി മാറ്റി വെക്കാൻ വേണ്ടി നമ്മൾ ദ്വാരക്കരുത്. ഇവിടെ പുഴുക്കണം, എവനൊക്കെ ഇവിടെ പുഴുത്ത് ചാവണം. അതിനുവേണ്ടി ദ്വാ ചെയ്യണം. എന്റെ പ്രസംഗം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പടച്ചോരാണ് അടുത്തൊല്ലം വിളിക്കേണ്ടത്. നിങ്ങൾ വിളിക്കേ വേണ്ട. പക്ഷെ ഇങ്ങനെയെങ്കിലും ഞാൻ പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരൂല. ഒന്ന് ആലോചിച്ച് നോക്ക്. ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളെ പറ്റി പറയുന്ന വളരെ മോശമായിട്ടാ പറയുന്നത്. എന്താ പറയുന്നത്? ഞാനത് പറയുന്നില്ല, പറയാൻ പറ്റില്ല. നമുക്ക് ഒരു സാധാരണ ഈ ഈശ്വരമംഗലത്തുള്ള ഒരു പെണ്ണ്, നമ്മളെ നാട്ടുകാരിയായ ഒരു പറതയിട്ട ഒരു പെണ്ണിനെ പറ്റി പറയാൻ നമ്മൾ അറയ്ക്കുന്ന, നമ്മുടെ സുഹൃത്തുക്കൾ മാത്രം ഉള്ളപ്പോ പോലും നമ്മൾ ഒരു പെണ്ണിനെ പറ്റി പറയാൻ അറയ്ക്കുന്ന, നോർമലി ലോക്കൽ പെണ്ണിനെ പറ്റി പറയാൻ അറയ്ക്കുന്ന പദപ്രയോഗങ്ങൾ കൊണ്ട് ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾ ആക്ഷേപിക്കുന്ന യവനെ ഒക്കെ അല്ലാഹു തആല ഇങ്ങനെ വിടുകാൻ, ഭയന്മാരെ പടച്ചോ പല പോലെ വളർത്തുന്നവർ ഇങ്ങനെ വിടുകാൻ ഒരു പിടിഞ്ഞ് പിടിക്കും. അന്നൊക്കെ യവനൊക്കെ വെള്ളം വിളിക്കും. അതിലൊരു സംശയവും വേണ്ട. ഞാൻ ഈ പറയുന്നത് നിങ്ങൾ നോക്കിയോടെ സഹോദരങ്ങളെ. ഉമ്മഹാത്തുൽ മുഅ്മിനീനെ ആക്ഷേപിച്ച ഒരുത്തനും നല്ലോലെ മരിച്ചിട്ടില്ല, മരിക്കില്ല. മരിക്കാതിരിക്കട്ടെ എന്ന് ദുആരക്ക് തഹജ്ജുദ് എഴുന്നേറ്റുകൊണ്ട് നമുക്ക് നിയമം കയ്യിലടക്കാൻ നമ്മൾ കൊട്ടിയം സ്വദേശി സജിത മനസ്സിൽ ഷഹാസ് ആണ് പിടിയിലായത്. കുട്ടിയിൽ നിന്ന് തീർത്ഥാടന കേന്ദ്രമായ മടവൂരിലേക്ക് കുട്ടിയെ തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടുവരികയായിരുന്നു. കഴിഞ്ഞ 12-നും 13-നും മടവൂരിൽ ലോഡ്ജിൽ മുറിയെടുത്ത് ഇയാൾ കുട്ടിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയതോടെ കുട്ടി മുറിയിൽ നിന്നും ഓടി രക്ഷ. തുടർന്ന് നാട്ടുകാരാണ് ഇയാളെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചത്. കൊല്ലം കൊട്ടിയം സ്വദേശി സജിത മനസ്സിൽ എടാ നവാസേ, എടാ മുറിക്കോയേ, ഇതുപോലുള്ളവരെയൊക്കെയാണ് നാട്ടുകാർ പിടിച്ച് പൊട്ടിക്കുക. അല്ലാണ്ട് എൻ്റെ മുറി വിശ്വാസം വെച്ചിട്ട് മനുഷ്യര് ഞാനൊന്നും പറയണില്ല. വല്ലാത്ത തരം ഒരു ശൈക്കോ ദൈവമാണല്ലോടേ നിൻ്റെത്. എൻ്റെ മുത്തും നീയും ഒക്കെ ഒരു ശൈക്കോകളാണല്ലേ. ഇവർക്ക് എഗൻസ്റ്റ് ആയിട്ട് ആര് പറഞ്ഞില്ല നഹൂദുബില്ല, അവർ മുഴുത്തങ്ങട് ചാവട്ടെ എന്ന്. സമാധാന മതത്തിൻ്റെ ഒരു ക്വാളിറ്റിയെ ശിവനേ. അല്ലടേ, ഞാൻ അറിയാത്തോണ്ടിരിക്കുകയാണ്. ഈ മതവാദികൾ സ്ഥിരമായിട്ട് വന്ന് കമൻ്റ് ഇടുന്നത് ഇങ്ങനെയാണ്: നീ പുഴുത്തേ പോകുള്ളൂ, നീ നശിച്ചേ പോകുള്ളൂ, നീ ഇതാണ് നിങ്ങളെ മതം പഠിപ്പിക്കുന്നത്. അല്ല, സംശയം കൊണ്ട് കഴിച്ചാണ് നമ്മളൊന്നും ഇങ്ങനെയൊന്നും പറയാറ്. ഏതെങ്കിലും യുക്തിവാദികൾ ആരെങ്കിലും പ്രാവി നിങ്ങൾക്ക് അറിയാം? ഈ മതമില്ലാതെ ജീവിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരുണ്ടല്ലോ, അവർ മറ്റുള്ളവരെ പ്രാവിങ്ങൾ കേട്ടിട്ടുണ്ട്. അതിന് പ്രാക്കൊന്നും വലിക്കാൻ പോകുന്നത് കർമ്മ വിൽ സ്ലാപ്പ് യു എന്ന് പറയുന്നതൊക്കെ. ഈ പറയുന്ന കൊണാണ്ടറെ പറ്റി അവാസ് കുഞ്ഞാനിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഉവാസ് കുഞ്ഞാനി എടാ മുറിക്കോയെ, എനിക്ക് അതിനെപ്പറ്റി വല്ലതും പറയാനുണ്ട്? ശാമാനം കെട്ടി ചെയ്തിട്ട് നാട്ടിലുള്ള പെണ്ണുങ്ങളെ ആമ്പുള്ളരെയും വരെ വെറുതെ വിടാതെ ഓടിച്ചിട്ട് പിടിച്ച് ഗുദാഭോഗം ചെയ്യുന്ന ഇവറ്റകളെ പറ്റി ഇവറ്റകൾക്ക് ഒരു അച്ചരവും പറയാനില്ല. ഇവൻ്റെയൊക്കെ സാധനം പുഴുക്കണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. അത് ഡിസേർവ് ചെയ്യുന്ന ഒരുതരം ഭ്രാന്താണ്, അല്ലെ പ്രാക്കാണ്. ഈ സൈക്കോ ദൈവത്തിന് ബാക്കിയുള്ളവരെയൊക്കെ കാണാം ഇമാതിരി കൊച്ചു പിള്ളേരെ പിടിച്ചു വെച്ച് അമരാവധിക്കുന്നത് കണ്ടിട്ടൊന്നും ചെയ്യാൻ തോന്നണില്ല. അത് പറ്റൂല. എൻ്റെ പുസ്തകവും എൻ്റെ പുസ്തകത്തിലെ സാധനവും വായിക്കുന്നവർക്കറിയാം അത് മുഴുക്ക എന്താണ് ചങ്കതിയെന്ന്. നമ്മൾ അതിനെപ്പറ്റി ഒന്നും പറയണില്ല എന്ന് തന്നെ വെക്കുക. പണ്ട് കാലഘട്ടങ്ങളിൽ, ഗോത്ര കാലഘട്ടത്തിൽ ജീവിച്ച ഒരു മഹാൻ കാണിച്ച എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒന്നും കൂടി ഒന്ന് ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമാണ്. 2 വിവാഹം കഴിച്ചു. അവൾ ആദ്യത്തവനെ കളഞ്ഞ് അടുത്തവൻ്റെ കൂടെ അടുത്തവനെ കളഞ്ഞ് അടുത്തവനെ കിട്ടിയോ, അത് ഭയങ്കര പ്രശ്നമാണ്.
നിങ്ങളറിഞ്ഞാ പസീർ പസുവിന് 2 ഭാര്യമാരാ, ഒരേ വീട്ടിലാ, ത്രീസമ. വെരി ഗുഡ് തിങ്ങ അല്ലേ? ഒരു ഗപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ അവന് കൊണ്ടു കൊടുക്കും. ചാനലുകളിലെല്ലാം വിളിക്കുന്നു, അവന് ഗപ്പ് കൊടുക്കുന്നു, അവനെ ഇൻവൈറ്റ് ചെയ്യുന്നു. ആദ്യത്തേന് വലത്തും, രണ്ടാമത്തേന് ഇടത്തും, മൂന്നാമത്തേന് റോഡിലും ഒക്കെ നിർത്തിക്കൊണ്ട് അവൻ വിശാലപൂർണ്ണമായി കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു. നമ്മൾ കണ്ടു കൃതാർത്ഥയായി വ്യൂ കണ്ടിട്ടുണ്ടാ? ശിവൻ പോലും അന്തം വിടും. ഞാനൊരു ഫോട്ടോ ഇട്ടാൽ പോലും ഇത്ര വ്യൂ കിട്ടൂല. ശിവൻ തന്നെ പറയുന്ന ഒരു രീതിയിലാണ് അമ്മാതിരി പേക്കൂത്താണ് അവറ്റകൾ കാണിക്കുന്നത്. ശവത്തിനെ കൊണ്ട് കാണിക്കണോ, വേറെന്തരക്കെ കൊണ്ട് കാണിക്കണോ? അയ്യോ എനിക്ക് പാടില്ലേ, ചിക്കൻ വയ്ക്കുന്നു, മട്ടൻ വയ്ക്കുന്നു, പെണ്ണുമ്പോൾ തുണി ഉരിയുന്നു, തുണി ഉടുക്കണ്. ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല ഈ പൂക്കൂട്ടത്ത്. ഇനി വേറൊരു കഥയുണ്ട്. ശവാദ് കിടുകിടുകിടുകിടുകിടു. എന്തുവാണ് സവാദ് കിടുകിടുകിടുകിടുകിടു എന്ന് വെച്ചാൽ സവാദ് കിട്ടുവാണോ? ശവാദ് ചെയ്ത ക്രൈം എന്താണെന്നറിയാമോ? ബസ്സിനകത്ത് കയറിയിരുന്നുകൊണ്ട് ആ പുഷ്പം വെച്ചിട്ട് ഒരു റാക്കറ്റ് വിട്ട് കളിക്കാൻ നോക്കിയതാണ്. ഞാൻ അങ്ങനെ ചെയ്യാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ? ഞാൻ വണ്ടിക്കകത്തിരിക്കുമ്പോൾ ട്രാക്ക് ഷൂട്ടിനകത്ത് കൈയിടാൻ പറ്റുമോ? ട്രാക്ക് ഷൂട്ടിനകത്ത് കൈയിട്ടിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഇതൊക്കെ നമ്മളടുത്താണ് ചോദിക്കണം. ചെയ്തത് അവൻ. അടുത്തിരുന്ന പെണ്ണിനത് കുഴപ്പമായി, ആ പെൺകുട്ടി കേസ് കൊടുത്തു. ഇവൻ നമ്മളടുത്താണ് ചോദിക്കണം. അങ്ങനെ നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ? ഇനിയിപ്പം ബസ്സിലും CCTV വയ്ക്കാൻ പറ്റുമോ? നിന്നെയൊക്കെ പോലുള്ളവന്മാർ കയറുന്ന ബസ്സിനകത്ത് CCTV വേണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. വാസ്തവത്തിൽ അങ്ങനെ ഒരു നെസസിറ്റി ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ബസ്സുകളിലും വേണം അത്രയ്ക്കുണ്ട് ഇവറ്റകളുടെ തോന്നിവാസവും ഞരമ്പും. ഇതൊരു തരം ഞരമ്പ് സോക്കേടാണ്ടാ. വല്ല ആശുപത്രിയിലും കൊണ്ടുപോയി കാണിച്ചാൽ ചിലപ്പോൾ എന്തെങ്കിലും മരുന്നുകൾ ഉണ്ടാവും. പിന്നെ ഇതുപോലെ ഘോരം പ്രസംഗിക്കുന്ന ഈ കുഞ്ഞാനിക്കെതിരെ ആർക്കെങ്കിലും ഒരു പെറ്റീഷൻ കൊടുക്കാൻ പറ്റുമോ? അവനെ തല്ലും ഇവനെ തല്ലും, അല്ലെങ്കിൽ ഇങ്ങനെ പറയുന്നവരെ തല്ലണമെന്ന് പറയുമ്പോൾ കലാപാഹ്വാനത്തിനാണ് അവൻ നിർദ്ദേശം കൊടുക്കുന്നത്. ഇവനാരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് അവൻ തിരിച്ചു പറയുന്ന പിന്നെയും നമുക്ക് പറയാം അവൻ്റെ ഒരു ഇമോഷൻ ബ്ലാസ്റ്റപ്പായി അവൻ പറയണതാണ്. ഇതെന്താണെന്നാണ് പൊതുജനത്തിൻ്റെ അടുത്ത് പറയുന്നത്. നബിയെപ്പറ്റി പറഞ്ഞു, നബിയല്ലല്ലോ മുത്തിനെ പറ്റി പറഞ്ഞു, അള്ളാൻ്റെ റസൂലിനെ പറ്റി പറഞ്ഞു. അള്ളാൻ്റെ തന്നെയല്ലേ എല്ലാം പടപ്പ്. അള്ളാഹ് പടച്ചതാണ് എല്ലാവരെയും എന്നാണ് നമ്മളൊക്കെ പഠിപ്പിച്ചിട്ടുള്ളൂ. നമ്മളെയൊക്കെ അങ്ങനെയാണ് പഠിപ്പിച്ചത്. ഇതിപ്പോൾ പെട്ടെന്ന് മുത്ത് മാത്രമാണ് അള്ളാൻ്റെ പടപ്പായ, ബാക്കിയുള്ളവരൊക്കെ എന്തൊന്ന് ചുമ്മാ വന്നതാ. അത് കൊള്ളാലടെ. ഞങ്ങൾ ദൈവത്തിൻ്റെ മുമ്പിൽ എല്ലാവരും സമന്മാരാണ്. ഇങ്ങനെയൊക്കെ എല്ലാ മതങ്ങളും പറയണേ. ഇന്ന മതമൊന്നുമില്ല, എല്ലാ മതവും ഇങ്ങനെയൊക്കെ തന്നെ പറയണം അല്ലടേ. അപ്പം പിന്നെ ഈ വ്യത്യാസം എന്ത് വരുന്നത് അത് മനസ്സിലാവണില്ല. ഇവിടെ ചങ്ങനാശ്ശേരിയിലൊരു പള്ളി ഉണ്ടായിരുന്നു. അതിൽ ഒസ കൂട്ടരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മൾ അമ്പട്ടരെന്ന് പറയും ഈ ഹിന്ദു വിഭാഗത്തിൽ. അതുപോലെ ഒരു വിഭാഗം ഒസ എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട്. കല്യാണത്തിനൊക്കെ ഇവർ ചുമ്മാ വന്നാലും അവർക്കൊരു എമൗണ്ട് കൊടുക്കണം. കാരണം ആ കല്യാണ പെണ്ണിനെ ഒരുക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് അത്യാവശ്യം താഴെയുള്ള രോമങ്ങളൊക്കെ വടിക്കുക, മുഖം ഒന്ന് മിനുക്കുക, രോമങ്ങൾ വടിക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു പരിപാടി. മുടി വെട്ടി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വരുന്നത് ഇപ്പോഴത്തെ പെണ്ണുങ്ങൾ തനിയെ തന്നെ അത്യാവശ്യം ക്രീമും കാര്യങ്ങളും ഒക്കെ ഇട്ട് വടിച്ച് കളയുകയാണ് പരിപാടി. പോയി അവർക്ക് പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർക്കൊരു എമൗണ്ട് കൊടുക്കും. ഇത് അതേപോലെ തന്നെ പ്രസവിച്ച് കിടക്കുന്ന പെണ്ണുങ്ങൾ ഇതുപോലെ രോമം പഠിക്കാനാണ് ഇവളുമാർ വരുന്നത്, ഈ ഒസയിലുള്ള പെണ്ണുങ്ങൾ വരുന്നത്. അപ്പോൾ അവരെയും ഇതിനൊരു എമൗണ്ട് കൊടുക്കും എന്ന്. അത് പണ്ട് കാലങ്ങളിൽ നടക്കുന്ന ഒരു കസ്റ്റമാണ്. ഇപ്പോൾ അത് അവർ തന്നെ ചെയ്തിട്ടാണെങ്കിലും ഈ ഒരു വിഭാഗത്തിനൊരു പേയ്മെൻറ്റ് കൊടുക്കുന്ന ഒരു ടൈം ഇപ്പോഴും എല്ലാം മിക്കവാറും കുടുംബങ്ങളിലുണ്ട്. അതിലൊരു പയ്യൻ പൊതുവേദിയിൽ, അതായത് സദസ്സിൽ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന സദസ്സിൽ ഒന്ന് കയറി അവർക്കൊപ്പം ഇരുന്നു. ഇണ്ടാസ് കൊടുത്തിരിക്കുകയാണ് മരപ്പട്ടി. ആരാന്നറിയണ്ടേ? ഉസ്തുകുണ്ടനാ. എന്തിനാ ഇണ്ടാസ് എന്നറിയാം? നീ ഞങ്ങൾക്കൊപ്പം കയറിയിരിക്കാൻ നീ ആരാന്ന്? അയ്യോ ആയിത്തവും പ്രശ്നമൊന്നും ഇല്ലാത്ത ഒരു പ്രത്യേക വിഭാഗം മതമാണ് സമാധാന മതം. സമാധാനമാണ് ഞങ്ങളുടെ മുന്നോട്ട് വയ്ക്കുന്ന രീതി. പിന്നെ ചില പെൺകുട്ടികളുടെ കമൻറ്റ് ബോക്സ് പോയി നോക്കണം. ശിവനെ സമാധാനത്തിൻ്റെ ഒരു രേഖ, നേർരേഖ. കർത്താവ് ഇങ്ങനെ കൈ കെട്ടി ഇങ്ങനെ വെച്ചിരിക്കുകയാണെങ്കിൽ കർത്താവ് അതെല്ലാം വലിച്ചൂരി വന്നിട്ടുണ്ടെങ്കിൽ ഈശപ്പനെ ഇതെല്ലാം വലിച്ചൂരിക്കേണ്ടെന്ന് ആ മരക്കുരിശെടുത്ത് തലമണ്ട അടിച്ച് പൊളിക്കും. അമ്മാതിരി എഴുത്താണ് വെറ്റുകൾ അതിനകത്ത് എഴുതി വെക്കണം. പെണ്ണുങ്ങളെ പറയണ അമരാവതത്തിന് കയ്യും കണക്കുമില്ല. പെൺകുട്ടിക്ക് തിരിച്ചു പറയാൻ അറിയത്തില്ല. അതുകൊണ്ട് ഇവളുമാർ കേൾക്കും. എടീ ഡാഷുമോളെ എന്ന് വെച്ചാൽ ഒരുത്തി ഒരുപാട് ആണുങ്ങൾക്കൊപ്പം ജീവിച്ചാൽ അവളെ ചേർത്തവർ പറയും. എന്താണ്? പടക്കം എന്ന് പറയും. ഈ പടക്കം എന്ന് ഇവരെ പറയുമ്പോൾ അപ്പുറത്ത് എന്താണ്? മുത്തിൻ്റെ കഥയിൽ എന്താണ്? മുത്ത് 13 കെട്ടിയിട്ടുണ്ട്. ഈ 13 പേരെയും പുള്ളിക്കാരൻ ചുമ്മാ നോക്കിക്കൊണ്ടിരിക്കാനല്ലല്ലോ, ഈ 13 പേരെയും പുള്ളി പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ മുത്ത് എന്താണെന്ന് ഈ പെണ്ണുങ്ങളൊന്ന് തിരിച്ചു ചോദിച്ചാൽ പെണ്ണുങ്ങളെ തല്ലണം. അതാണ് നവാസെണ്ണം പറയുന്നത്. നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? പോയിന്റ് ഇത്രയേ ഉള്ളൂ കുട്ടിയോളെ. അവർക്ക് എന്ത് വേണമെങ്കിലും പറയാം. തിരിച്ചങ്ങോട്ട് പറഞ്ഞാൽ നോവും വേദനിക്കും. പ്രത്യേകിച്ച് പെണ്ണുങ്ങളെയാവുമ്പം കൃഷിയിടമാണ്. എന്ത് കുന്തം പറഞ്ഞാലും പെണ്ണുങ്ങൾ അങ്ങോട്ട് കേൾക്കുക. അത്രയേ ഉള്ളൂ. ഇത് മാറണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാം? പെണ്ണുങ്ങൾ തീരുമാനിച്ചിറങ്ങണം. ആടെ ഞാൻ 2 കെട്ടി
ആടെ ഞാൻ അങ്ങനെ തന്നെ എന്താന്ന് തിരിച്ച് ചോദിക്കാം. പെണ്ണുങ്ങൾ തുനിയുന്നെടുത്ത് ഈ സുനാബിക്കേഷൻ അങ്ങ് തീരും. സൂറാത്ത തലേന്ന് തട്ടെടുത്ത് കളഞ്ഞ ഉടനെ തീർന്നവന്മാർ മുക്കിലവൻ മറ്റേ വർത്താനം. ഏത് നേരം നോക്കിയാൽ തട്ടം ജീവിതം, അല്ലെങ്കിൽ പെണ്ണുങ്ങളുടെ അല്ലെ കുടുംബത്തിൻ്റെ ഐശ്വര്യം, അഭിമാനം, ഈ സാമാനങ്ങളെല്ലാം ഇരിക്കുന്ന പെണ്ണിൻ്റെ തലയ്ക്കകത്ത്, ഈ മുടിക്കകത്ത്. ഈ ചാമാനം വെളി കണ്ട ഉടനെ അവർ അപമാനരായ അവർ മൊത്തത്തിൽ പോയി. ഇത് പറഞ്ഞ് കുറേ അവന്മാർ വീഡിയോ ചെയ്യുന്നുണ്ട്. ഇവർക്കും ഒരു റെക്കോർഡിക്കൽ സാധനം കൊടുത്തിട്ടുണ്ട്. ഈ അറബികൾ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. ആദ്യം ഒരു തൊപ്പി വെക്കും, പിന്നെ അതിൻ്റെ മുകളിൽ കൂടെ ഒരു തുണി ഇടും. ഈ തുണി ഇളകിപ്പോയിരിക്കും, തുപ്പി ഇളകിപ്പോയിരിക്കും, പിന്നെ ഒരു വട്ടക്കെട്ട് കെട്ടി വെക്കും. ഇത് ഇല്ലാതെ അവർ നടക്കത്തില്ല. അവരുടെ പെണ്ണുങ്ങൾ അവർ പറതയിടാൻ നിഷ്കർഷിച്ചാൽ പിന്നെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. കാരണം മതപരമായ ചടങ്ങുകളായി അവർ ജീവിക്കുമ്പോൾ അവരുടെ പാർട്ട്ണർ അത് ചെയ്യണമെന്ന് അവർക്ക് ആഗ്രഹിക്കാം. നിഷ്കർഷിക്കാൻ പറ്റത്തില്ല, പക്ഷെ ആഗ്രഹിക്കാം. തിരിച്ചും അങ്ങനെ തന്നെ പറതയിടുന്ന പെണ്ണുങ്ങളുടെ മാപ്പിളമാരിങ്ങനെ ജീൻസും ഒക്കെ ഇട്ട് അത്യാവശ്യം ഫ്രീക്കൻ ലുക്കിൽ ഇവൻ വരും. ഇവൻ്റെ കയ്യിലൊരു സുനായി ഉണ്ടാകത്തില്ല, കൊച്ചും പിടക്കോഴിയും പാദവും, അത് കുറേ ബാഗും കുറേ കൊട്ടയും പറക്കിയൊക്കെ, ഒരു കൊച്ചു കയ്യിലും ഒരു കൊച്ചു തോളിലും ഒരു കൊച്ചു വയറ്റിലുമായിട്ട് ഒരു പറതയിട്ട് വേറൊരു ജന്തു അടുത്തും കൂടെ നടക്കുന്നതാണ്. കാണുമ്പോൾ സഹതാപം മാത്രമാണ് തോന്നുന്നത്. കുടുംബ പ്രാരാബ്ദങ്ങൾ അല്ലെങ്കിൽ കുടുംബ ബന്ധങ്ങളെ ഇകഴ്ത്തുന്നതല്ല. രണ്ടുപേരും ഒന്നിച്ച് നിൽക്കുന്നതിനാണ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുക. ആ പാർട്ട്ണർഷിപ്പിൽ ഏറ്റവും കൂടുതൽ ഇകഴ്ത്തപ്പെടുന്നത് സ്ത്രീകളാണ്. ഒരു മതവിഭാഗത്തിന് മാത്രം പ്രശ്നമല്ല, എല്ലാ മതത്തിലും അങ്ങനെ തന്നെയാണ്. പക്ഷേ മറ്റുള്ളവർക്ക് പ്രതികരണശേഷി വരുന്നുണ്ട്, അതിലുള്ള ആണുങ്ങൾക്ക് തിരിച്ചറിവ് വരുന്നുണ്ട്. കാരണം അവരുടെ അമ്മ അനുഭവിക്കുന്ന അടിമത്തം കണ്ടു വളരുന്ന ആൺമക്കൾ തിരിച്ച് അവരുടെ ഭാര്യയ്ക്ക് ആ അവസ്ഥ വരാതിരിക്കാൻ ശ്രദ്ധിക്കുന്നിടത്ത് പെൺകുട്ടികൾക്ക് റിക്കവറി ഉണ്ടാകുന്നു. ഇത് നേരെ തിരിച്ചാണ്. അമ്മ അനുഭവിക്കുന്ന അടിമത്തം കാണുമ്പോൾ കൊള്ളാം, തള്ള നല്ലൊരു അടിമയാണ്, എന്നാൽ പിന്നെ എൻ്റെ പെണ്ണുമ്പിളി എൻ്റെ മോളും കൂടെ അങ്ങനെ ഇരിക്കട്ടെ എന്ന് ചിന്താതിക്കുന്ന മറ്റൊരു വിഭാഗം. ഇത് പ്രശ്നം എന്താണെന്നറിയാമോ? സ്വന്തമായിട്ടുള്ള പോരായ്മകൾ മറ്റുള്ളവർ അറിയാതിരിക്കാൻ മറ്റു വ്യക്തികളുടെ പോരായ്മകൾ വിളിച്ചു പറയുക എന്നൊരു ടോണുണ്ട്. അതൊരു പ്രത്യേക തരം തിയറിയാണ്. തൻ്റെ സെക്ഷുവൽ ഈ സാധനത്തിനെ കൊണ്ടുള്ള പ്രത്യേക ഈ പെണ്ണിട്ട് യന്ത്രമാണല്ലോ അവർ മുറിക്കുന്നത്, അതിലുണ്ടാകുന്ന പോരായ്മ ആദ്യം തന്നെ ഉണ്ടല്ലോ, മുറി ടീമുകളാണ്. ഈ പോരായ്മകൾ മറച്ചു വെക്കാൻ വേണ്ടി ഇവർ മറ്റവരെ അങ്ങോട്ട് ആക്രമിക്കുന്നതാണ്. നീ കൊള്ളൂല, നീ മറ്റൊരുത്തരെ നോക്കിയാ നീ പെഴയാ, നീ പടക്കമാ എന്ന് ഈ പെൺകുട്ടികളുടെ തലയിൽ അനാവശ്യമായ ഒരു കുലസ്ത്രീ പട്ടം അങ്ങ് ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കുകയും. അവർ കുലസ്ത്രീകളാണ്. ആണുങ്ങൾ 4 5 ഒക്കെ കെട്ടുന്നത് നോ ഇഷ്യൂസ് അറ്റാൽ. ഒരേ സമയം ഒരേ വീട്ടിൽ 4 പെണ്ണുങ്ങളെ വെച്ചാൽ അവൻ കേമനാണ്, കേമൻ അല്ലേ? അതേസമയം ഒരു പെണ്ണ് ഒരു വിവാഹമോചനം നടത്തി മറ്റൊരു പുരുഷനെ വിവാഹം കഴിച്ചാൽ പോലും അയ്യോ അവള് കഴപ്പാണ്, പടക്കണവള്, പ്രശ്നമാണ്. അങ്ങനെ പറയുമ്പോൾ തിരിച്ച് പറയേണ്ടി വരും നവാസ്ക്ക. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് മന്നാനിക്ക, അങ്ങനെ ഒരു ഗുണാഭിക്കേഷൻ ഉണ്ട്. ഈ മന്നാനി ആരെന്ന് നിങ്ങൾക്ക് അറിയാമോ? പെണ്ണുങ്ങളുടെ സുനാചത്തനം എന്ന് പറഞ്ഞ മിടുക്കന. 2018 കോടതി വിധിയുണ്ട്. സ്ത്രീകളുടെ മൗലികാവകാശ ലംഘനമാണ് ഈ സുനാചത്തൽ. പെണ്ണുങ്ങളുടെ, ആണുങ്ങളുടെ അല്ല കേട്ടാ, പെണ്ണുങ്ങളുടെ സുനാചത്തൽ മൗലികാവകാശ ലംഘനമാണ്. അത് പാടില്ല. പെണ്ണുങ്ങൾക്കെതിരെ അങ്ങനെ കോടതിയിൽ കേസ് നടക്കുന്നുണ്ട്. ആ കേസ് ഡീറ്റെയിൽസ് അന്ന് എനിക്ക് പറയാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ വേറെന്തൊക്കെ എൻ്റെ ഇടയ്ക്ക് കയറി വന്നത്. നമുക്ക് ആ ന്യൂസിൻ്റെ ഒരു ഡീറ്റെയിലിങ് ഞാൻ തരാം. ഞാൻ അന്ന് എടുത്തപ്പം എനിക്കതിനെപ്പറ്റി പറയാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, സോറി. പക്ഷേ അത് ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഹിയറിങ്ങിനിരിക്കുന്ന ഒരു വിഷയമാണ്. ജഡ്ജി അല്ല, 3 പെണ്ണുങ്ങളാണ് അതിനെതിരെ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. 3 സ്ത്രീകൾ കൊടുത്ത പെറ്റീഷനാണ് ഉള്ളത്. സുനിത തിവാരി, രാജേഷ് കൃഷ്ണയാണ് ലോയർ. റെസ്പോണ്ടന്റ് യൂണിയൻ ഓഫ് ഇന്ത്യ, മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ, മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെൻറ്റ്, മിനിസ്ട്രി ഓഫ് വിമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ്, സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര, സ്റ്റേറ്റ് ഓഫ് ഗുജറാത്ത്, സ്റ്റേറ്റ് ഓഫ് രാജസ്ഥാൻ, ഗവൺമെൻറ് ഓഫ് നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി ഓഫ് ഡൽഹി, സ്റ്റേറ്റ് ഓഫ് കേരള, നോട്ട് ദാറ്റ്, കേരളയും കൂടെ അവർ പ്രതി ചേർത്തിട്ടുണ്ട്, സ്റ്റേറ്റ് ഓഫ് തെലങ്കാന. ഇത്രയിടങ്ങളിൽ പെണ്ണുങ്ങളുടെ വജൈനയിൽ നിന്ന് ഗ്ലിറ്റോറിയസ് എന്ന സാധനം കട്ട് ചെയ്യുന്ന ശ്രദ്ധയിൽപ്പെട്ടിട്ട് സുനിത തിവാരി എന്ന ഒരാൾ കൊടുത്ത കേസിൽ ഹിയറിംഗ് നടക്കുകയാണ്. ദിൽഷാദ് താല, ഷാഹിദ കിർത്താനെ, മാസൂമ റണാൽവി, ഇവരൊക്കെയാണ് അവർ ആഡ് ഓൺ ആയിട്ടുള്ള ലോയേഴ്സ്. അഭിഷേക് മനു സിംഗവി, ഇന്ദിര ജയ്സിംഗ്, ശ്യാം ദിവാൻ. ഇത് കേസ് WPC 286/2017 കൊടുത്ത കേസാണ്. ലാസ്റ്റ് അപ്ഡേറ്റ് ഒക്ടോബർ 19, 2021 ലാസ്റ്റ് അപ്ഡേറ്റ് നടക്കുന്നത്. അപ്പം ബാൻ ഓൺ genital mutilation. The court will decide whether or not to ban
the practice of female circumcision of Katna in particular, the court will evaluate circumcision as it is practiced in Dawoodi Bohra community. ഈവൻ ദാവൂദി ബൊഹറ കമ്മ്യൂണിറ്റി ഒന്നുമില്ല ഈ നവാസ് മന്നാനി. ഈവൻ നല്ല 1ാം ക്ലാസ് തീവ്രവാദിയാണ്. ആ തീവ്രവാദിക്കെതിരെയുള്ള കേസാണ്. അപ്പോൾ ഈ AM ഖാൻവിൽക്കർ ജെ, DY ചന്ദ്രചൂഡ് CGI, അരുൺ മിശ്ര, ഇവർ 3 പേരാണ് പിന്നെ ജഡ്ജികൾ. 3 അംഗ ബെഞ്ചാണ് ഈ വാദം കേൾക്കുന്നത്. ഇത് നിങ്ങൾക്ക് കാണണമെങ്കിൽ SCO എന്നുള്ള സൈറ്റിൽ ബാൻ ഓഫ് ഫീമെയിൽ ജെനിറ്റൽ മ്യൂട്ടിലേഷൻ എന്ന ഇത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നെറ്റിൽ അവൈലബിൾ ആണ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് അതിനകത്ത് അവൈലബിൾ ആണ്. നിങ്ങൾ കയറി നോക്കിയാൽ മതി. ഇപ്പം ഇങ്ങനൊരു സംഭവമേ നടക്കുന്നില്ല എന്ന് കണ്ണുടച്ച് പറയുന്നവർ, നവാസ് മന്നാനിയുടെ പ്രസംഗത്തിൽ കൂടെ അയാൾ പറയുന്നുണ്ട് ഈ സാധനം കേരളത്തിൽ നിർബന്ധമാക്കപ്പെടണമെന്ന്. നിർബന്ധമാക്കപ്പെട്ടും ഇവിടെ ഇത് നടക്കുന്നുണ്ട്. ഇവിടെ ബോഹ്റ കമ്മ്യൂണിറ്റി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ബോഹ്റ കമ്മ്യൂണിറ്റി എന്നൊരു വ്യത്യസ്ത രീതിയിലുള്ള ഒരുതരം വിയറിങ് ഇട്ടുകൊണ്ട് നടക്കുന്ന പെണ്ണുങ്ങളാണ്. പെണ്ണുങ്ങളെ കാണണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. കളേർഡ് ആയിട്ടുള്ളൊരു പർദ്ദ, മുകളിൽ ഒരു കൊട പോലത്തെ ഒരു സാധനവും താഴെ ഒരു പാവാട പോലത്തെ ഒരു സാധനവും ഇട്ടിട്ട് ഫർദ രൂപത്തിലുള്ള ഒരു പ്രത്യേക ആ സംവിധാനം ഇവിടെ അത്രയും ഇതായിട്ടില്ല. അവർ 3 നേരം നമസ്കരിക്കുള്ളൂ. 5 നേരത്തെ നമസ്കാരം 3 നേരമാക്കി നിജപ്പെടുത്തി 3 നേരം മാത്രം നമസ്കരിക്കുന്ന, എപ്പോഴും ഇതിങ്ങനെ ഖുർആനെ പറ്റി, ഖുർആൻ്റെ ഒരു പ്രത്യേക എഡിഷനും വെച്ചിട്ട് തനിയെ വായിക്കുന്ന ഷിയാക്കളുടെ മറ്റൊരു വോഷനാണ് ഈ പറയുന്ന വിഭാഗം. ഇവിടെ ഈ രാജ്യത്തെ നിയമത്തിനെ വെല്ലുവിളിക്കുന്ന രീതിയിലാണ് ഇവരുടെ എല്ലാ സിവിൽ നിയമവും ഉള്ളത്. എല്ലാം സിവിൽ നിയമവും ഈ രാജ്യത്തെ നിയമത്തിനെ വെല്ലുവിളിക്കുന്ന രീതിയിലാണ്. നമ്മളിതൊന്നും പറയാൻ പാടില്ലെന്നാണ് പുള്ളിക്കാരൻ പ്രഘോഷണം കൊടുക്കുന്നത്. കറക്റ്റ് വേണമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ വലിയ പാണ്ഡിത്യമുള്ള ആളല്ല. ഏത് ലാംഗ്വേജ് ആയിരുന്നല്ലോ. അപ്പം എന്താ പറയുന്നത്, പ്രബോധനം എന്ന് പറയാം. ആളുകളെ ഇങ്ങോട്ട് ചൂടാക്കി വിടുകയാണ്. ചന്തിക്കകത്ത് ചട്ടുകം വെച്ച് ചൂടാക്കി കൊടുക്കണം. എഴുന്നേറ്റ് ഓടിപ്പോയി 2 പേരെ എടുത്തിട്ട് അങ്ങോട്ട് ശരിയാക്കുന്നു. ഇത്തരം നരഭോജികൾ നടത്തുന്ന പ്രസംഗം കേൾക്കാൻ പോകുന്നതുൾപ്പെടെ ഇത് സത്യത്തിൽ ഇതിനെ ഒപ്പോസിഷൻ ചെയ്യേണ്ടത് പോലും ആ വിഭാഗത്തിലുള്ള ജനങ്ങളാണ്. അല്ല എങ്കിൽ ഇത് നിങ്ങൾക്ക് കൊണ്ടുതരുന്നത് ഏറ്റവും ഭീകരമായ റിസൾട്ടായിരിക്കും. രണ്ടാമതൊരു കാര്യം കൂടെ ഞാൻ പറയാം. ഈ പറയുന്ന രീതിയിൽ ക്രൈം സെക്ഷൻ ഇവിടെ നിലനിൽക്കുന്ന ഒരു കാര്യം, ഇതിനെതിരെ കേസ് കൊടുക്കാൻ മറ്റ് ആൾക്കാർ മുൻപോട്ട് വരുമ്പോൾ പോലും ഈ സമൂഹത്തിൽ നിന്നുകൊണ്ട് ഒരാൾ പോലും അതിനെതിരെ ആക്ഷൻ എടുക്കുന്നില്ല. പകരം അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്ന് പറയുക. അങ്ങനെ സംഭവമുണ്ട്. എത്ര സ്റ്റേറ്റിനെയാണ് അവർ അതിനെ ചെയ്യുന്നതെന്ന് കണ്ടോ? 3 അംഗ ബെഞ്ചിനെ കൊണ്ട് അത് ഹിയറിങ്ങിന് വെക്കുമ്പോൾ തന്നെ അതിൻ്റെ തീവ്രത നിങ്ങൾ മനസ്സിലാക്കുക. 12 വർഷം വേണ്ടി വന്നു ശബരിമല കേസിന്. ശബരിമല കേസിന് 12 വർഷം ചെയ്ത് 5 അംഗ ബെഞ്ച് 4ഓ 5ഓ ആണ്. അതിൽ ഒരുത്തി സ്ത്രീയാണ്. ആ സ്ത്രീ മാത്രമാണ് പറഞ്ഞത് പെണ്ണുങ്ങൾ കയറണ്ടായിരുന്നു. ബാക്കി പുരുഷന്മാരെല്ലാം പറയുന്നുണ്ട് അത് മൗലികാവകാശ ലംഘനമാണ്, അവിടെ പെണ്ണുങ്ങൾ കയറണമെന്ന്. സ്ത്രീ തന്നെയാണ് സ്ത്രീയുടെ ശത്രു. അടിമ ജന്തുക്കളോട് പറഞ്ഞിട്ട് കാര്യമില്ല. അവർ വേണമെങ്കിൽ ഇപ്പം എനിക്ക് പൊങ്കാലിടാനായിട്ട് കുറേ എണ്ണം വരും. അടിമകളെ ഇവർ കട്ട് ചെയ്യുന്നത് നമ്മൾ മിണ്ടാതെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇവർ കട്ട് ചെയ്ത് അവസാനം നിങ്ങളുടെ കൂടെ കട്ട് ചെയ്യും. 70 വയസ്സിലാണ് ഒരു നബി ഈ സാധനം ചെയ്തത്. പുള്ളി 2 വിവാഹം കഴിച്ചു. വെള്ളമില്ലാത്ത നാട്ടിൽ 2 വിവാഹം കഴിച്ച് കഴുകാതെ നടന്നതിൽ സാധനത്തിൻ്റെ തുമ്പ് പഴുത്തു. പിടിച്ചു വെച്ച ഒരൊറ്റക്കെട്ട് കോടാലി കൊണ്ട്. അങ്ങനെയാണ് പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളത്. ഈ ചെയ്തതിന് ഇന്ന് 7 വയസ്സാകുന്ന കുട്ടികളെ എന്തിനു ചെയ്യുന്നു? ഇത് ചെയ്തിരുന്നൊരു വിഭാഗമുണ്ട്. ഈ ക്രിസ്ത്യാനിറ്റിക്ക് മുമ്പൊരു വിഭാഗം ജൂതന്മാർ. അവർ കുട്ടികൾ ജനിച്ച് 8ാം ദിവസം കട്ട് ചെയ്ത് കളയും. ഇത് WHO ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് ഇതിനകത്ത് കുറച്ച് ബെനിഫിറ്റ് ഉണ്ടെന്ന് പറഞ്ഞ് വാതാടി പ്രശ്നം ഉണ്ടാക്കി നിൽക്കുകയാണെങ്കിലും WHO ഈ പെൺകുട്ടികളുടെ സാധനത്തിൽ കൃത്യമായി പാടില്ല എന്ന് പറഞ്ഞു. അവർക്ക് എന്തായാലും കഴുകാൻ അറിയുന്നില്ല എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടാണല്ലോ ഇവന്മാരെ പിടിച്ച് കണ്ടിരുന്നത്. ഈ പറയുന്ന ഗ്ലിറ്റോറിയസ് എന്ന് പറയുന്നത് വികാരം ഉണ്ടാകാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു സാധനമാണ്. അത് കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ പെൺകുട്ടികൾക്ക് പിന്നെ വികാരം ഉണ്ടാകത്തില്ല. എന്നിട്ട് ഇത് ആസ്ട്രേലിയ, ആഫ്രിക്ക തുടങ്ങിയ സ്ഥലങ്ങൾ, ആസ്ട്രേലിയയിലെ ആഫ്രിക്കയിലെ വനാന്തരങ്ങളിലെ ഗോത്രകാല ജീവികൾ ചെയ്യുന്ന ഒരു പ്രത്യേകതരം സാധനമാണ്. അവർ വേറൊരു കാര്യം ചെയ്യും. ചുണ്ട് ഞാത്തിയിട്ടിട്ട് അതിനകത്തൊരു വളയം ഇട്ട് വെക്കും. കഴുത്ത് മുഴുക്ക ഡൗൺ ആയിട്ട് വീണ്ടും വളയം കയറ്റി വെക്കും. പല രീതിയിലുള്ള വൈകൃതമായ രീതിയിൽ അവരുടെ ശരീരത്തിന് അവർ കൊണ്ടുവരുന്നുണ്ട്. അവരുടെ ഗോത്രീയതയാണ്. നിങ്ങൾ അതും കൂടെ ചെയ്യും. എന്തിനാ കുറയ്ക്കുന്നേ? അതും കൂടെ ആയിക്കോട്ടെ. ചുണ്ട് ഞാത്തി വെച്ചിട്ട് അതിനകത്തൊരു വളയം പിടിച്ച് വെക്കും. ചെവി ഞാത്തി വെച്ചിട്ട് അതിനകത്തൊരു വളയം പിടിച്ച് വെക്കും. എന്നിട്ട് ഗോത്രകാല ജീവികളായിട്ട് നടക്കും. അതായിരിക്കും രസം കൂടുതൽ. സ്ത്രീകൾക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങൾക്കും അട്രോസിറ്റിക്കും ഏറ്റവും കൂടുതൽ അതിനെതിരെ സംസാരിക്കേണ്ട സ്ത്രീകൾ തന്നെ ഇവന്മാർക്കൊപ്പം നിൽക്കുമ്പോൾ ഒന്നും ചെയ്യാനാകത്തില്ല എന്നുള്ളതാണ്. ഞാൻ എൻ്റെ കുട്ടികളെ സുന്നത്തിന് വിട്ടുകൊടുത്തിട്ടില്ല. അത്രേ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഞാൻ അതേ ചെയ്തിട്ടുമുള്ളൂ. എൻ്റെ കുഞ്ഞുങ്ങളെ ചെയ്യാത്തിടത്തും എൻ്റെ പെൺകുട്ടികൾ സേഫ് ആൻഡ് സെക്യൂർ ആയിരിക്കും. പക്ഷെ ഇത്തരം വൈകൃതങ്ങൾ വിട്ടുകൊടുക്കുകയും ബാക്കിയുള്ള മതവിഭാഗങ്ങളുടെ അവരുടെ ഗോത്രീയതകൾക്കെതിരെ ഭയങ്കരമായ ആക്ഷൻ എടുക്കുകയും ചെയ്യുമ്പോൾ അത് ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇവിടെ ത്യാഗം, അതായത് ബലി നിർബന്ധമായും ഹിന്ദുമത വിഭാഗത്തിനാണ് ഇത് ചെയ്തിരിക്കുന്നത്.
അവർ മനുഷ്യക്കുരുതി ചെയ്യുന്നുണ്ട് എന്നാണ് പറഞ്ഞു വയ്ക്കുന്നത്. മനുഷ്യക്കുരുതി എന്ന് പറഞ്ഞ രീതിയിൽ പറഞ്ഞിട്ട് അവർക്കൊരു കോഴിയെ പോലും കണ്ടിക്കാൻ ഒക്കത്തില്ല. ഒരു കോഴിയെ കട്ട് ചെയ്താൽ പോലും അവർക്കെതിരെ കേസ് വരും. ഈ അടുത്തിടയ്ക്ക് ഇവിടെ തന്നെ കോട്ടയത്തിനടുത്തുള്ള ഒരു അമ്പലത്തിനകത്ത് പോലീസ് കയറി കോഴിയെ കട്ട് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് അമ്മരെ പിടിച്ചോണ്ട് പോയി. ഏതെങ്കിലും ഒരു പള്ളിയിൽ കയറി ഇങ്ങനെയൊന്നും ചെയ്യാൻ പോലീസുകാർക്ക് ധൈര്യം ഉണ്ടാകുമോ? പറ്റൂല, ചെയ്യൂല. അപ്പോൾ ബലം കുറവാണെന്നോ മൈനോറിറ്റി ആണെന്നോ ഉള്ളൊക്കെ പ്രിവിലേജ് ഉപയോഗിച്ചുകൊണ്ട് ഇവർ ചെയ്യുന്ന തോന്നിവാസങ്ങൾ പൊതുസമൂഹം തിരിച്ചറിയുകയും തിരിച്ചു പറയുകയും ചെയ്യാത്തടത്ത് ഇതിനേക്കാൾ ഭീകരമായ സംഗതി ഉണ്ടാവും. ഇവരെ സോഫ്റ്റണാക്കി അല്ലെങ്കിൽ ഇവരെ ഏറ്റവും നല്ലവരാക്കി ചിത്രീകരിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരൊറ്റ സംഭാഷണ ശകലമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ? നിങ്ങൾക്ക് ഈ നാറിയ ചെട്ടി വളരെ മണമുള്ളതായിരിക്കാം, മറ്റൊരാളത് ഇടുമ്പോൾ അവർക്ക് ചൊറിയും, അവർക്ക് നാറ്റമുണ്ടാകും, അവർക്കത് ഇഷ്ടപ്പെടത്തില്ല. നിങ്ങളുടെ ചെട്ടി നിങ്ങൾക്ക് തന്നെയാണ് നല്ലത്, അത് നിങ്ങൾ ഇട്ടോളൂ. ബാക്കിയുള്ളവരുടെ തലയിലേക്ക് അത് കുത്തും ഇഞ്ചെക്ട് ചെയ്യാതിരിക്കുക. അവർ കണ്ടാൽ പറയും. ഇവിടെ നമുക്ക് കൃഷ്ണനെ പറയാം, പിന്നെ ശബരിമല അയ്യപ്പനെ പറയാം, ശിവനെ പറയാം, നമുക്ക് യേശുവിനെ തന്നെ പറയാം. യേശുവിനെയൊക്കെ കളിയാക്കുന്ന കേട്ടിട്ടുണ്ടോ? ഈ പിന്നെ എന്താ പറയണേ, എന്തോ ഒരു പിന്നെ ബ്ലൂ ഫിലിം കണ്ടുകൊണ്ടിരിക്കുമ്പം ഒരാൾ അവിടെ കിടന്ന് നിലവിളിക്കുന്നു. ട്രോളാണ്. എന്തുകൊണ്ട് നിലവിളിക്കുന്നു? എൻ്റെ കയ്യും കാലും ഒന്ന് അടിച്ചു വിടുവോ, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ എന്ന് യേശുവിനെ ട്രോളുന്നതാണ്. പല രീതിയിൽ യേശുവിൻ്റെ ട്രോളുകൾ ഇവിടെ വ്യാപകമാണ്. പക്ഷെ ആരും അതിനെതിരെ ഒന്നും പറയാറില്ല. ഞാൻ കണ്ടിട്ടില്ല, എനിക്കറിയത്തില്ല. പക്ഷെ ഹല്ലേലൂയ സൂത്രവും തന്നെയാണ് ഞാൻ എപ്പോഴും അവരെ കളിയാക്കി പറയാറ്. ഐ ഡോണ്ട് നോ, ഈവൻ ഒരു ഫോൺ കോൾ പോലും എനിക്ക് വന്നിട്ടില്ല. ബട്ട് ഇവറ്റകളെ തൊട്ടിട്ടുണ്ടോ അപ്പം തുടങ്ങും. പിന്നെ കൊലവിളിയുടെ ഒരു പാരമ്യതയാണ്. നമ്മളെപ്പറ്റി പടുമോശം പറയുന്നവനിക്ക് കൊടുക്കുന്ന റീച്ച് വേണം കാണാൻ. സ്ത്രീകളെ വൃത്തികെട്ട രീതിയിൽ അവഹേളിക്കുന്നവർക്ക് ഇവർ കൊടുക്കുന്ന ഒരു റീച്ച് ഉണ്ടല്ലോ, അവിടെയുണ്ട് ഈ ജന്തുക്കളുടെ ഉള്ളിൽ സ്ത്രീകളോടുള്ള ഒരു കൺസെപ്റ്റ്. ഇവർക്ക് അമ്മയോട് സ്നേഹമില്ല, ഇവർക്ക് മറ്റാരോട് സ്നേഹമില്ല. ഇടയ്ക്ക് ഒരു പെൺകുട്ടിയുടെ ഒരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു. അതിനകത്ത് പെൺകുട്ടിയോട് ചോദിക്കുന്നത്, ഈ ഭരണഘടനയാണോ മൂല്യം കൊടുക്കുന്നത്, ഖുർആനെയാണോ? ഖുർആനെയാണ്, ഓഫ്കോഴ്സ്. അവരുടെ മതബോധത്തിന് തന്നെയാണ് അവർ കൊടുക്കുന്നത്. പക്ഷേ അത് പറയുന്നത് ഏത് രാജ്യത്ത് നിന്നുകൊണ്ടാണെന്ന് ഓർക്കണം. ഇവിടെ ഒരു പിന്നെ ചൊറിയാൻ നിന്നുകൊണ്ട് പറഞ്ഞു കുന്തവും കൊടച്ചക്രവും ഭരണഘടനയും. അയാൾക്കെതിരെ അങ്ങ് ഭയങ്കര ബഹളമായിരുന്നു. കുന്തവും കൊടച്ചക്രവും ഭരണഘടനയാണ് എന്നുള്ള രീതിയിൽ എന്തോ ഒരു ടേം അയാൾ പറഞ്ഞ ഉടനെ അയാളെ ഇപ്പം അങ്ങ് തീർക്കണമെന്ന് പറഞ്ഞിട്ട് പോയി. ഈ പെൺകുട്ടിക്കെതിരെ ഒരു ആക്ഷനുമില്ല. എന്തുകൊണ്ടില്ല? മതം അത്രയും തീവ്രമാണ്. മതം മനുഷ്യനെ കാർന്നു തിന്നുന്ന ഒരു മാരകമായ ഒരു വ്യാധിയാണ്, രോഗമാണ്. ആ രോഗം അത് കണ്ടെത്തി കണക്കായ രീതിയിൽ അതിന് ട്രീറ്റ്മെൻറ്റ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അത് നിശ്ചയമായും നമ്മുടെ ഈ സമാധാനമായിട്ട് ജീവിക്കുന്ന ഈ ജനങ്ങളുടെ സമാധാന ജീവിതം നശിപ്പിക്കുമെന്നൊരു തർക്കമേ വേണ്ട. ഇത്തരം ഉദ്ബോധന ക്ലാസ്സുകൾ മൈക്ക് കെട്ടി പറയുമ്പോൾ അവിടെയുള്ള ജനങ്ങൾ അത് സൈലൻ്റായി കേട്ടുകൊണ്ടിരിക്കുന്നിടത്താണ് ഈ പ്രശ്നം. ഒരു പെറ്റീഷൻ ഫയൽ ചെയ്യാൻ ആരെ കൊണ്ട് പറ്റില്ല. ചെയ്യുക, ഒരു 2 എണ്ണത്തിനെതിരെ നെറ്റിയടി അടിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അല്ലാതെ ഇവറ്റകൾ പറയുന്ന കണക്ക് യുക്തിവാദികളുടെ തലയിലേക്ക് കയറുക എന്നുള്ളതല്ല. യുക്തിവാദം എന്ന് പറഞ്ഞാൽ ശാസ്ത്രബോധം വളർത്തുക എന്നാണ്. ശാസ്ത്രബോധം വളർത്തേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ട് എങ്കിൽ അതിനകത്ത് ഈ മതത്തിനെതിരെ സംസാരിക്കുകയില്ല, വേറെ നിവർത്തിയില്ല. മതം പറയുന്നതൊക്കെ പൊട്ടത്തരവും ശാസ്ത്രം പറയുന്നത് കൃത്യവുമാണ്, എക്സ്പീരിയൻസാണ്. ശരിയല്ലേ? നിങ്ങളുടെ കയ്യിൽ ഇപ്പം ഞാൻ ഉപയോഗിക്കുന്ന ഈ ഇതുപോലും ശാസ്ത്രത്തിൻ്റെ സമ്മാനമാണ്. ഇത് വെച്ചിട്ടാണ് ആ മൈക്ക് ശാസ്ത്രത്തിൻ്റെ സമ്മാനമാണ്. ഇത് വെച്ചിട്ടാണ് അവൻ മതത്തിനെ ബൂസ്റ്റ് ചെയ്യുന്നത്. എന്നാലും ശാസ്ത്രത്തിനെ അവഹേളിക്കുന്ന കേൾക്കാം. നമ്മുടെ പ്രധാനമന്ത്രി ഉൾപ്പെടെ ചെയ്തത് അതാണല്ലോ. എന്തുവാ എന്ന് പറഞ്ഞേ, ഈ ഭരണഘടനയിൽ വ്യക്തമായി പറയുന്നുണ്ട്, കുട്ടികൾക്ക് ശാസ്ത്രബോധം വളർത്തി കൊടുക്കുക എന്നുള്ളത് പൗരൻ്റെ ധർമ്മമാണ്, കടമയാണ്. കടമ, റെസ്പോൺസിബിലിറ്റിയാണ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു സാധനത്തിൽ കൈവച്ച് സത്യപ്രതിജ്ഞ ചെയ്ത ഒരു വ്യക്തി നിന്നുകൊണ്ട് പറയുകയാണ് ഇതൊന്നും ശരിയല്ല, ഇതൊക്കെ പണ്ടേ നമ്മുടെ ദൈവങ്ങൾ ചെയ്ത കാര്യങ്ങളാണ്. എന്തുവാ പ്ലാസ്റ്റിക് സർജറി, എന്തുവാ തലമാറ്റ ശസ്ത്രക്രിയ, ഹൃദയമാറ്റ ശസ്ത്രക്രിയ, യാന്തോ ഒന്ന്. അപ്പോൾ ഈ രാജ്യത്ത് ആദ്യം വേണ്ടത് ഇങ്ങനെയുള്ള കുറേ മനുഷ്യർക്ക് ശാസ്ത്രാവബോധമല്ല കൊടുക്കേണ്ടത്, ഭരണഘടന എന്താണെന്നൊന്ന് വായിപ്പിക്കാൻ പറയണം. ഭരണഘടന കൃത്യമായി പഠിച്ച ശേഷം മാത്രമേ യുവന്മാരെ മതം പഠിപ്പിക്കാൻ വിടാവുള്ളൂ. ഭരണഘടന കൃത്യമായി മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരു അത്യാവശ്യ ഘട്ടം ഇന്നിവിടെയുണ്ട്. ചെറിയ രീതിയിലെങ്കിലും ജനങ്ങൾക്ക് സോഷ്യൽ അവയർനെസ് കൊടുക്കുക. നമ്മൾക്ക് കിട്ടേണ്ട പ്രിവിലേജ് അല്ലെങ്കിൽ നമ്മളുടെ നിയമം നമ്മൾക്ക് എന്തൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, നമുക്ക് ഈ നിയമം ഉപയോഗിച്ച് എന്തൊക്കെ ചെയ്യാൻ കഴിയും, നമ്മളുടെ ഉത്തരവാദിത്തങ്ങൾ, നമ്മളുടെ കടമകൾ ആദ്യം തന്നെ ഒരു പൗരന് മനസ്സിലാക്കി കൊടുക്കണം. പൗരൻ എന്ന നിലയിൽ എൻ്റെ അവകാശങ്ങൾ തരൂ, ഞാൻ പൗരനാണ് എന്ന് പറയുന്നതിനേക്കാൾ ഉപരി നിൻ്റെ റെസ്പോൺസിബിലിറ്റിയിൽ എന്തൊക്കെ ഉണ്ട് എന്ന തിരിച്ചറിവ് ചെറിയ വയസ്സിലെ അവന് പറഞ്ഞു കൊടുക്കാൻ ഓരോ അമ്മമാർ ശ്രദ്ധിക്കുക. അമ്മമാർക്ക് എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിലേ നടക്കുള്ളൂ എന്നുള്ളത് വസ്തുത. ഇതൊക്കെ നിങ്ങളുടെ ടച്ച് വിരൽ തുമ്പിൽ അവൈലബിൾ ആണ്. ഇതൊക്കെ ആർട്ടിക്കിൾ 1, ആർട്ടിക്കിൾ 2, ആർട്ടിക്കിൾ 3 എന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് നോക്കിയാൽ ഈച്ച് ആൻഡ് എവരിത്തിങ് നിങ്ങളുടെ ഭാഷയിൽ കിട്ടും. തമിഴോ മലയാളമോ ഹിന്ദിയോ എല്ലാ ലാംഗ്വേജിലും ട്രാൻസ്ലേഷൻ ഉള്ളൊരു സാധനമാണ് ഭരണഘടനയുടെ ഡീറ്റെയിൽഡ് റിപ്പോർട്ട്. അതൊന്ന് വായിച്ചു നോക്കുക.
പ്രിയാമ്പിളെങ്കിലും വായിച്ചു നോക്കുക. ദെൻ യു വിൽ റിയലൈസ് ഇതൊക്കെ തന്നെ അട്ടർ വേസ്റ്റുകളാണ്. ഇവന്മാരെ പിടിച്ചു കൊടുക്കാൻ ഒരു സാധാരണ പൗരന് സാധിക്കും എന്നുള്ളത്. ഇത് കേൾക്കുകയും മിണ്ടാതിരിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ അടുത്ത തലമുറയെ വാർത്തെടുക്കുന്നത് ഇതുപോലുള്ള വൈരാഗ്യ ബുദ്ധിയോടുകൂടി വരുന്ന കുറേ മനുഷ്യരെയാണ് നമ്മൾ വാർത്തെടുക്കുന്നത്. അത്തരം വാർത്തെടുക്കലുകൾ കൊണ്ടുവന്ന ദോഷം എന്താണ്? ഇവൻ പറയുന്നതിൻ്റെ 10 മടങ്ങായിരിക്കും അടുത്ത തലമുറയിലുള്ള അടുത്ത മന്ദബുദ്ധി പറയുക. ഇത് കേട്ടിട്ട് ലവൻ വാളെടുത്ത് കഴിഞ്ഞാൽ സാധാരണ കിടന്നുറങ്ങുന്ന അമ്മമാർക്കും കുട്ടികൾക്കും പെൺകുട്ടികൾക്കുമാണ് പ്രശ്നം വരിക. ഏത് കലാപവും സ്ത്രീകളെയാണ് ടാർഗറ്റ് ചെയ്യുക. ഏത് കലാപവും സ്ത്രീകളെയാണ് കൊല്ലാനായി ഉദ്ദേശിക്കുക, റേപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുക. അവന്മാർക്ക് അങ്ങനെയാണ് മിടുക്ക് കാണിക്കുക. അന്യൻ്റെ വീട്ടിൽ കയറി അവൻ്റെ പെണ്ണുമ്പിളയെ റേപ്പ് ചെയ്യുമ്പോൾ ഞാൻ ജയിച്ചു എന്ന് പറയുന്നവനാണ് വീരൻ എന്നൊരു കൺസെപ്റ്റ് തന്നെ ഇപ്പോഴത്തെ കലാപങ്ങൾക്കുണ്ട്. പണ്ട് അങ്ങനെയായിരുന്നില്ല. പണ്ട് 2 ആണുങ്ങൾ തമ്മിൽ വെട്ടും, ഇല്ലെങ്കിൽ പെണ്ണും പെണ്ണുമാണെങ്കിൽ അവർ തമ്മിൽ വെട്ടും. വാൾ പോരാണ്, പയറ്റാണ്. അതിൽ ജയിക്കുന്നവൻ ജയിച്ചു, അവൻ ആ രാജ്യം കിട്ടും. അത്രയേ ഉള്ളൂ. കൂടെ പോരേണ്ടവർക്ക് കൂടെ പോരാ, അല്ലാത്തവർക്ക് സൂയിസൈഡ് ചെയ്യാം, അല്ലാത്തവർക്ക് പലായനം ചെയ്യാം. അങ്ങനെ ഒരു നീതി ഉണ്ടായിരുന്നു. സ്ത്രീകളോടും കുട്ടികളോടും യുദ്ധത്തിൽ ഒരു പ്രത്യേക തരം കൺസിഡറേഷൻ കൊടുക്കണമെന്ന് ആ കാലങ്ങളിലേ ഉണ്ട്. ഇപ്പോഴത് ലോകം മുഴുവൻ അംഗീകരിച്ചൊരു സാധനമാണ്. ഹമാസ് കാണിച്ച വേലയും ഹമാസിനോടുള്ള ശത്രുത കൊണ്ട് ഇസ്രായേൽ കാണിച്ച വേലയിലും നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? അവർ എല്ലാ രീതിയിലുള്ള യുദ്ധനീതികളെയും എതിർത്തുകൊണ്ടും അതിനെതിരെ കംപ്ലീറ്റ് റോങ്ങായി കാര്യങ്ങൾ നടത്തുന്ന ആൾക്കാരാണ്. അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സമൂഹം ഇവിടെ ഉണ്ട് എന്നുള്ളതും നമ്മൾ ഭയക്കേണ്ട ഒരു കാര്യമാണ്. ചില വിഷയങ്ങൾ നമ്മൾ മൈൽഡായിട്ട് ഇഗ്നോർ ചെയ്ത് വിടുമ്പോൾ അതിലുണ്ടാകുന്ന ഭവിഷ്യത്ത് അതിതീവ്രമായിരിക്കും. ഒരു എക്സാമ്പിളും കൂടെ പറയാം. വീട്ടിലെ കുട്ടികൾ അത്യാവശ്യം മദ്യപിച്ച് വരും. മദ്യപം എന്ന് പറയുമ്പോൾ ചെറിയ ബിയറിൽ തുടങ്ങും. ഒരു കൺട്രോൾ അവിടെ വെച്ചില്ല എന്നുണ്ടെങ്കിൽ തുടങ്ങി അവൻ ആദ്യം തന്നെ നല്ല മുഴുക്കുടിയനാകും, ദെൻ ഡ്രഗ് അഡിക്റ്റ് ആകും. നമുക്ക് വിലക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് അവൻ പിന്തിരിഞ്ഞ് നിൽക്കും. കുടിച്ചിട്ട് വന്ന് ഷോ കാണിക്കുന്നവനെ കണ്ടവിടുന്ന് അവൻ കുടിച്ചതാ, മിണ്ടാതിരിക്കും. അതല്ല, ഒരൊറ്റ പൊട്ടിയിട്ട് കൊടുക്കുക, അത്തോടെ തീരും കൂടി വെള്ളം അങ്ങ് താനേ ഇറങ്ങിപ്പോയിക്കോളും. കുടിച്ചെന്നും പറഞ്ഞാൽ ആരുടെയും ബോധമൊന്നും പോകത്തില്ല. പിച്ചുമ്പേയും പറയുമായിരിക്കാം, പക്ഷെ ആരെയും തല്ലാനും അടിക്കാനും കയറുന്നുണ്ടെങ്കിൽ അവൻ്റെ ഇന്നർ മൈൻഡിൽ ശക്തി കിട്ടിയിട്ടാണ്, ഈ കുടിയുടെ വേദനയില്ലായ്മ കിട്ടിയിട്ട് ചെയ്യുന്നതാണ്. അതിനപ്പുറം ഇതൊക്കെ ഡ്രാമയാണെന്ന് മനസ്സിലാക്കി ഒരു പൊട്ടിയിട്ട് കൊടുത്താൽ പിറ്റേന്ന് ഈ ഷോയും കൊണ്ടുവരത്തില്ല. ഇനി വെള്ളം ഇറങ്ങിയിട്ടാണ് പൊട്ടിക്കാൻ ഉദ്ദേശിക്കുന്നത്, വെള്ളം ഇറങ്ങുമ്പോഴും 2 പൊട്ടിക്കുക എന്നുള്ളത്. മേൽക്കൊണ്ട് ഇത്തരം ഡ്രാമകളെ അക്സെപ്റ്റ് ചെയ്യാൻ ഒരാളും തയ്യാറാകാതിരിക്കുന്നിടത്ത് തിരിച്ചറിവുണ്ടാവുള്ളൂ, ഇതിനൊക്കെ ഒരു സമാധാനം ഉണ്ടാവുള്ളൂ. ഏതായാലും ഈ മതത്തിനെതിരെ പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് യവന്മാർ ഈ അറ്റാക്ക് ചെയ്യുന്നവന്മാരോടാണ്. നിങ്ങളാദ്യം നിങ്ങളുടെ മതത്തിൽ എന്താണെന്നൊന്ന് നോക്ക്, എന്നിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി കുത്താനും പിടിക്കാനും തല്ലാനും ഒക്കെ ആയിട്ട്. പിന്നെ വരുന്നവന്മാർ നല്ല ഇരുമ്പ് ചട്ടി ഇട്ടുകൊണ്ട് വരണം. ഞാനൊക്കെ ടാർഗറ്റ് ചെയ്യണതിൽ അതിലാണ്, അടിച്ച് പൊട്ടിച്ച് വിട്ടുകൊടുക്കുക എന്നുള്ള പെണ്ണിട്ട് യന്ത്രം ഇല്ലാതാക്കുക എന്നുള്ള ഒരൊറ്റ കൺസേൺ ജീവിക്കുന്നവളാണ് ഞാൻ. കൊല്ലുകയല്ല ഞാൻ ചെയ്യുക, സാധനം കട്ട് ചെയ്തതിൻ്റെ എടുക്കുക. ഇത് വെച്ചിട്ടുള്ള വീഡിയോ ആണല്ലോ, വീരത്വമാണല്ലോ നിങ്ങൾ പറയണത്. അപ്പോൾ ആ ചാമാനം തട്ടിച്ച് പൊട്ടിച്ചെടുക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഉദ്ദേശ ലക്ഷ്യം. താങ്ക് യു സോ മച്ച്. പൊങ്കാല ഇടാൻ വരൂ, നിങ്ങളുടെ പൊങ്കാലകൾ ഐ ആം വെയിറ്റിംഗ്.